മക്കളെ, സെൻട്രൽ ഗവൺമെന്റ് 8th പേ കമ്മീഷൻ ഉടനെ നിലവിൽ വരുമ്പോൾ ബേസിക് പേ 50,000+ ആകുമെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് മൊത്തം കേട്ടായിരുന്നു. അപ്പോൾ നിങ്ങളും കേട്ട് കാണും. അപ്പോൾ എല്ലാവരും പറയുന്നത് അത്രയൊക്കെ ആവാൻ ചാൻസ് ഉണ്ടോ? ഈ 18,000 നിന്ന് 50,000 ആരെങ്കിലും ഒക്കെ ഉയർത്തും, ഇതൊക്കെ സമൂഹം സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ന്യൂസ് മൊത്തം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന് മുമ്പ് 6th പേ കമ്മീഷൻ ആയിരുന്നു. അതായത് നിലവിലുള്ളത് 7th പേ കമ്മീഷനാണ്. ഇതിന് മുമ്പ് 6th പേ കമ്മീഷൻ. അന്ന് ബേസിക് പേ എത്ര ആയിരുന്നു എന്നറിയാം? 7,000 രൂപയായിരുന്നു. അപ്പോൾ ഈ 6th പേ കമ്മീഷനിൽ നിന്ന് 7th പേ കമ്മീഷൻ വന്നപ്പോൾ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.5 ഇട്ടിട്ട് 7,000 എത്ര ആക്കി മാറ്റി? 18,000 ആക്കി ഉയർത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 50,000 ആക്കിയാലും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി രണ്ടാമതായിട്ട്, നിലവിൽ ഒരാൾ എത്ര രൂപ സാലറി മേടിക്കുന്നുണ്ട്? അതായത് ഏറ്റവും താഴെയുള്ള പോസ്റ്റ് ബേസിക് പേ ലെവൽ 1 പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ബേസിക് പേ 18,000 ഉണ്ട്. അതിന്റെ 60% DA 10,800 രൂപ DA. ഇനി HRA 10%. എല്ലാം കൂടെ ചേർത്ത് ഒരാളും ഒരു 30,600 31,000 അതൊക്കെ ആയിരിക്കും ഇപ്പോൾ സാലറി മേടിക്കുന്നത്. അപ്പോൾ ഈ 31,000-ൽ നിന്ന് 50,000 ആക്കി സാലറി ഉയർത്തുന്നത് ഇന്നത്തെ ഒരു ജീവിത ചെലവൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും കൂടുതലല്ല. അതായത് ഒരു ടൈല് ജോലിക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പ്ലംബിങ്ങിന്റെ പണിക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ വർക്ക്, അല്ലെങ്കിൽ ഒരു AC സർവീസിന് പോകുന്ന ഒരാൾ, അപ്പോൾ അവര് ഒരു ദിവസം 1,500 1,600 മേടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസും ആ ഒരു 50,000 മേടിക്കേണ്ടത് തന്നെയല്ലേ? മാത്രമല്ല, ഈ സാലറി കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് അവർക്ക് DA ബാക്കി അലവൻസ് ഒന്നും കിട്ടത്തില്ല. ആകെ HRA മാത്രമേ കിട്ടത്തുള്ളൂ. 50,000 ബേസിക് പേ വരുന്നു, 5,000 രൂപ അതിന്റെ 10% HRA വരുന്നു, അതിൽ നിന്ന് NPS ഒക്കെ കട്ടാവും. അപ്പോൾ എല്ലാ കട്ടിങ്ങും പോയിട്ട് കയറുന്ന ഒരാൾക്ക് ഒരു 47,000 48,000 ഒക്കെ ആയിരിക്കും ആദ്യം മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒരു കൂടുതലുള്ള ഒരു സാലറി ആണെന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഇത് എൻ്റെ പേഴ്സണൽ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നിലവിലെ ഈ സാലറി വർധനയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങൾക്ക് താഴെ കമന്റ് ഇടാം. മറ്റൊരു സെഷനിൽ കാണാം. പിന്നെ മറ്റൊരു സെഷനിൽ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നന്നായിട്ട് പഠിച്ചോളണേ. ഇപ്പോൾ ഒരുപാട് വേക്കൻസിയുമായിട്ട് നോട്ടിഫിക്കേഷൻസ് വന്നേക്കാണ്. റെയിൽവേ നോട്ടിഫിക്കേഷൻസ്, SSI നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൽ ഒരാളാവാൻ ശ്രമിക്കുക, കയറി പോവുക, ഈ വർഷം തന്നെ സർവീസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം.